രണ്ടാം തവണയും ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം നടപ്പിലാക്കിയ പല പദ്ധതികളും ഒടുവിൽ ട്രംപിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് ഉയർത്തിയ താരിഫ് വർധനയിൽ ഇപ്പോൾ ആ രാജ്യങ്ങൾ ട്രംപിന് നേരെ പ്രതികാര താരിഫ് ഉയർത്താനുള്ള ഒരുക്കത്തിലാണ്. നേരത്തെ ട്രംപ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ യുഎസിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രതികാര നടപടികളാണ് ട്രൂഡോ മുന്നോട്ട് നീക്കുന്നത്. കൂടാതെ ട്രംപ് നേരത്തെ ഉന്നയിച്ച താരിഫ് പ്രാബല്യത്തിൽ വന്നാൽ ഒട്ടാവ ഉടൻ തന്നെ അമേരിക്കൻ ഇറക്കുമതികൾക്ക് പ്രതികാര നികുതി ചുമത്തുമെന്നാണ് കാനഡയുടെ വെല്ലുവിളി. കൂടാതെ കാനഡയിൽ 25% തീരുവ ചുമത്തിയതിന് അമേരിക്കയ്ക്ക് ന്യായീകരണമില്ലെന്നും ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പ്രതികാര തീരുവ ചുമത്തുമെന്ന് ഭീഷണിയും പുറപ്പെടുവിച്ചത്. ഇന്നലെ വൈകിട്ട് ട്രൂഡോയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ താരിഫ് വർധന സംബന്ധിച്ച ഈ നടപടികൾക്ക് ഒരു ന്യായീകരണവുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കൂടാതെ കനേഡിയൻ കയറ്റുമതിയിൽ 25% താരിഫും കനേഡിയൻ ഊർജത്തിന് 10% താരിഫും ചുമത്തുമായിരുന്നെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ ഭീഷണി. എന്നിരുന്നാലും ഫെബ്രുവരിയിൽ മാർച്ച് 4-ന് അവസാനിക്കുന്ന 30 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചതായും ട്രംപ് പറഞ്ഞു. എന്നാൽ താരിഫുകൾ തുടരുമെന്നായിരുന്നു ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. താരിഫുകൾ എന്താണെന്നറിയാമോ, എന്തിനാണ് എന്നറിയാമോ, എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു, അത് നാളെ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത്. കൂടാതെ ഈ പ്രഖ്യാപനം എന്തായാലും നടക്കും, അതിന് എതിരെ സംസാരിക്കാൻ മെക്സിക്കോയ്ക്കോ കാനഡയ്ക്കോ ഇടമില്ല എന്നും ട്രംപ് ആവർത്തിച്ചു. ഇതിന് മറുപടിയായി കാനഡ കനേഡിയൻ ഡോളർ 155 ബില്യൺ, അതായത് ഏകദേശം $106.93 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്നും ട്രൂഡോ ആവർത്തിച്ചു. കൂടാതെ കനേഡിയൻ ഡോളർ 30 ബില്യൺ അല്ലെങ്കിൽ $20.70 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾക്ക് ഉടനടി തീരുവ ചുമത്തിയെന്ന മുന്നറിയിപ്പാണ് കാനഡ യുഎസിന് നേരെ നൽകിയതും. ഇനി ശേഷിക്കുന്ന കനേഡിയൻ ഡോളർ 125 ബില്യൺ, അതായത് ഏകദേശം $86.24 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 21 ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്നും അറിയിപ്പ് നൽകി. കൂടാതെ US വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ തങ്ങളുടെ താരിഫുകൾ നിലനിൽക്കുമെന്നും അമേരിക്കൻ താരിഫുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒട്ടാവ നിരവധി താരിഫ് ഇതര നടപടികൾ പിന്തുടരുന്നതിനായി മറ്റു പ്രവിശ്യകളുമായും പ്രദേശങ്ങളുമായും സജീവവും നിരന്തരവുമായ ചർച്ചകളിലായിരിക്കുമെന്നും കാനഡ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഭീഷണി ട്രംപിന് നേരെയുള്ള ഏറ്റവും മികച്ച മറുപടിയാണെന്നും ഇതേ രീതിയിൽ തന്നെ യുഎസിന് പണി കൊടുക്കണമെന്നുമാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും കാനഡയെ പിന്തുണയറിയിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ട്രംപിന്റെ ഈ അഭിപ്രായങ്ങളോട് ആർക്കും യോജിക്കാൻ കഴിയില്ല എന്നും ഒരു പരിധിവരെ ഗുണം ചെയ്യുമെങ്കിലും ഇത് ട്രംപിന് ഒരു വൻ തിരിച്ചടിയായി എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതേസമയം അമേരിക്കൻ ഭരണകൂടത്തോട് താരിഫുകൾ പുനഃപരിശോധിക്കാൻ തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കാനഡ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജോലിക്കും നമ്മുടെ തൊഴിലാളികൾക്കും ന്യായമായ ഒരു കരാറിനും വേണ്ടി നിലകൊള്ളുന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കാനഡ നേരത്തെ പറഞ്ഞിരുന്നത്. കൂടാതെ ട്രംപ് താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും എന്നാൽ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരുടെയും മാരകമായ മയക്കുമരുന്ന് ഫെന്റനൈലിന്റെയും ഒഴുക്കിനെ ഇത് തടയുക എന്നായിരുന്നു ട്രംപിന്റെ ലക്ഷ്യമെന്നും അഭിപ്രായപ്പെട്ടു. US അതിർത്തിയിൽ തടഞ്ഞു നിർത്തപ്പെടുന്ന ഫെന്റനൈലിന്റെ 1% താഴെ മാത്രമേ കാനഡയിൽ നിന്നുള്ളൂവെങ്കിലും കനേഡിയന്മാരെയും അമേരിക്കക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ആ വിപത്തിനെ നേരിടാൻ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ട്രൂഡോയുടെ മറുപടി.